എസ് എസ് സിയുടെ ഏറ്റവും പ്രീമിയം പരീക്ഷകളിലൊന്നായ SSC CGL ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മോഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന പരീക്ഷയാണ് SSC CGL. ഒരു ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റിലോ ASO ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ പോസ്റ്റിലേക്കോ ഒക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഈ പരീക്ഷ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ? പലപ്പോഴായിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും ഈ ചോദ്യം ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യമാണ്, ക്യാൻ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ക്രാക്ക് SSC CGL? ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് CGL പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? എന്താണ് റിയാലിറ്റി? അങ്ങനെയുള്ളവർ ക്രാക്ക് ചെയ്യുന്നുണ്ടോ? അതോ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണോ CGL പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത്? ഇതൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് വിത്ത് പ്രൂഫ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് കിട്ടുകയും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മോട്ടിവേഷൻ കിട്ടാനും ഈ ഒരു വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ആരാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ്, എന്താണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ആ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു വന്ന സമയങ്ങളിലൊക്കെ 10ാം ക്ലാസ് +2 വരെ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിച്ചതാണ്. ആ പഠിച്ച സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ ഒന്നാമതോ ആദ്യത്തെ പൊസിഷൻസിലോ ഒന്നും എത്താൻ പറ്റിയ ആളൊന്നും ആയിരുന്നില്ല. ഒരു മീഡിയം ലെവൽ, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പഠനം. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ പൊസിഷൻ നോക്കിയാൽ അത് തന്നെ ആയിരുന്നു. ഒരുപാട് വളരെ വലിയ ന്യൂമറിക്കൽ എബിലിറ്റിയോ അല്ലെങ്കിൽ വളരെ ഒരു വൊക്കാബുലറിയോ ലാംഗ്വേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്പർ 1 ആയിട്ടുള്ള ആളായിരുന്നില്ല. പകരം എല്ലാം ഒരു അത്യാവശ്യം രീതിയിൽ ചെയ്യും, പറയുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളായിരിക്കും. അങ്ങനെയുള്ളവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് ഞാൻ, അപ്പം എനിക്ക് ഈ പരീക്ഷ CGL പോലെയുള്ള ഈ പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് SSC CGL ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഹീസ് നോട്ട് എ ടോപ്പർ. ഒരു ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ ആയിരിക്കില്ല, ആവറേജ് ലെവലിൽ മാത്രം സ്കോർ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ചില ഏരിയാസിൽ വീക്ക് ആയിരിക്കാം. അതുപോലെ മാത്സ് ആണെങ്കിൽ ചിലർ മാത്സിൽ വളരെ വീക്ക് ആയിരിക്കും, ചിലർ ഇംഗ്ലീഷിൽ വളരെ വീക്ക് ആയിരിക്കും. അത് പഠിക്കാൻ കുറേ അധികം സമയം എടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ ഒരു ആവറേജ് കാറ്റഗറിയിൽ ഞാൻ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ദിവസം ഒരു 10ഓ 12ഓ മണിക്കൂർ പഠിക്കാൻ പറ്റില്ല, അവരെ ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അവർ ഒരു ആവറേജ് ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർക്കൊക്കെ പറ്റുമോ? എന്താണ് അതിൻ്റെ റിയാലിറ്റി? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആവറേജ് ലെവലിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഈ എക്സാംസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ആരാണ് ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യം, ചിലപ്പോൾ ടോപ്പർ ആയിരിക്കില്ല, ബേസിക്സ് ഒക്കെ മോഡറേറ്റ് ആയിട്ട് മാത്രം അറിയാം. അതായത് നിങ്ങൾ +2 വരെ പഠിച്ചു, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതും +2 വരെ പഠിച്ചതുമായിട്ടുള്ള പല സബ്ജക്റ്റും ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും നാൾ പഠിച്ചതിൻ്റെ നിങ്ങളുടെ ബേസിക്സ് ഒന്നും വളരെ സ്ട്രോങ് ആയിരുന്നില്ല, പക്ഷേ മോഡറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ സമയമെടുക്കും. അവർ പഠിച്ച് ക്ലിയർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇനി ആരാണ് ആവറേജ് എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പോലും അവർ പഠിക്കാൻ റെഡി ആയിട്ടുള്ള, അതായത് പഠിക്കാനുള്ള മനസ്സും പഠിച്ചെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയുമുള്ള ആൾക്കാരെയാണ് ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ആവറേജ് സ്റ്റുഡൻ്റ് അല്ല എന്നുദ്ദേശിക്കുന്നത്? ആവറേജ് ഡസ് നോട്ട് മീൻ ഇൻകേപ്പബിൾ. ഇൻകേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കഴിവില്ലാത്ത, പറ്റാത്ത ഒരാളല്ല. ചിലപ്പം ഒരു കാര്യം 10 വട്ടം പറഞ്ഞു പഠിച്ചാൽ പോലും മനസ്സിലാവാത്ത ഒരാൾ, അയാളെ അല്ല ഞാൻ ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല ആവറേജ് സ്റ്റുഡൻറ്റ്, പകരം എബിലിറ്റി ഉണ്ട്, അതായത് വർക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CGL എക്സാം ഡസ് നോട്ട് ടെസ്റ്റ് ജീനിയസ് ലെവൽ ഇൻ്റലിജൻസ്. അതിൻ്റെ പ്രത്യേകത, SSCയുടെ CGL പരീക്ഷയുടെ പ്രത്യേകത, നിങ്ങളുടെ ജീനിയസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ അല്ല SSC CGL. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന വേറെ പല പരീക്ഷകളുണ്ട്. നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ല SSC CGL ടെസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ ക്ലാരിറ്റി, കൺസിസ്റ്റൻസി, ആക്യുറസി ആൻഡ് എക്സാം സ്മാർട്ട് പ്രിപ്പറേഷൻ. ഈ കാര്യങ്ങളെ ബേസ് ചെയ്താണ് നിങ്ങളുടെ സെലക്ഷൻ തീരുമാനിക്കപ്പെടുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മറിച്ച് നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരത്തിൻ്റെ ഒരു പാർട്ട് ഇവിടെ തന്നെ അറിഞ്ഞു. തീർച്ചയായിട്ടും ആവറേജ് സ്റ്റുഡൻസിന് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. മിനിമം ഇൻ്റലിജൻസും നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ പരീക്ഷ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെ യെസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ക്യാൻ ക്രാക്ക് SSC എക്സാംസ്
എങ്ങനെയാണ് SSC CGL എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും പറയട്ടെ, ആവറേജ് സ്റ്റുഡൻറ്റിന് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം എല്ലാ ആവറേജ് സ്റ്റുഡൻസിനും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മോഡറേറ്റ് ലെവലിൽ വെറുതെ എന്തെങ്കിലും പഠിച്ചാൽ കിട്ടുമെന്നല്ല പറയുന്നത്. പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ അവയർനെസ്സും കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആദ്യം പോസിബിൾ വിത്ത് എ സ്മാർട്ട് സിസ്റ്റം. ആദ്യം സിസ്റ്റമാണ് വേണ്ടത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നിങ്ങൾക്ക് വേണ്ടത്. എ സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻഡ് പ്രിപ്പറേഷൻ പ്ലാൻ വേണം. കൃത്യമായിട്ട് ഈ SSC CGL പരീക്ഷയെ നിങ്ങൾക്കൊരു പ്ലാനിങ്ങോടുകൂടി അപ്രോച്ച് ചെയ്യുകയും സിലബസുകളെ കേന്ദ്രീകരിച്ച് സിലബസുകൾ മനസ്സിലാക്കുകയും ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് സിസ്റ്റമാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്മാർട്ട് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ ഒരു സ്മാർട്ട് സിസ്റ്റം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആവറേജ് സ്റ്റുഡൻറ്റിനെ ഈ ഒരു വഴിയിലൂടെ കവർ ചെയ്ത് സക്സസ് എത്തിക്കാൻ വേണ്ട കാര്യമാണ് ആദ്യം തന്നെ പറഞ്ഞു, സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻഡ് പ്രിപ്പറേഷൻ പ്ലാൻ ഫോളോഡ് ബൈ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ പറ്റും. നോട്ട് ബൈ റാൻഡം സ്റ്റഡി. വെറുതെ എന്തെങ്കിലും പഠിച്ചാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. വെറുതെ റാൻഡമായിട്ട് കുറേ ടോപ്പിക്കുകൾ എടുക്കുക, വലിച്ചുവാരി പഠിക്കുക, ടോപ്പിക്സ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പഠിക്കുക, കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെ സബ്ജക്റ്റുകൾ വായിച്ചുകൊണ്ടേ വെറുതെ കണ്ടന്റ് ആഡ് ചെയ്തുകൊണ്ട് മാത്രം വരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. രണ്ട്, നോട്ട് ബൈ മോട്ടിവേഷൻ അലോൺ. ചിലർ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് പെട്ടെന്ന് ഇന്ന് ഞാൻ പഠിച്ചു മറിക്കുമെന്ന് പറഞ്ഞ് ചാടി കയറിയെന്ന് പഠിക്കും. അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ളത് പലപ്പോഴും സംശയമാണ്. അപ്പം റാൻഡം ആയിട്ടുള്ള മോട്ടിവേഷൻസ് മാത്രം കൊണ്ട് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലെങ്കിൽ നിങ്ങളെ റെഗുലർലി മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ കൂടെ നിർത്തുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നിങ്ങൾ ഒരുപക്ഷെ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറ്റിയേക്കും. ഇനിയും നോട്ട് ബൈ ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ്. പലപ്പോഴും നിങ്ങൾ ഡിഗ്രി ഉൾപ്പെടെയുള്ള സബ്ജക്ട്സ് പഠിച്ച, അല്ലെങ്കിൽ ഡിഗ്രി BTech BSc ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പരീക്ഷയുടെ തലേന്ന് രാത്രി ഇരുന്ന് പഠിച്ചൊക്കെ പരീക്ഷകൾ പലതും പാസ്സാവാറുണ്ട്. അത്തരത്തിലൊരു മാജിക് ഇവിടെ നടക്കുമെന്ന് വിചാരിച്ചാൽ അതും ഇവിടെ പോസിബിൾ അല്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും പറ്റുമെന്ന് പറഞ്ഞാൽ അയാൾ പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട്, അറേഞ്ച്ഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഡെയിലി മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് തീർച്ചയായിട്ടും പറ്റുന്നതേ ഉള്ളൂ. ഇനിയും അടുത്ത റിയാലിറ്റി എന്താ നമുക്ക് പറയാനുള്ളത്? ഈ എക്സാം സ്ട്രക്ചറിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. SSCയുടെ CGL എക്സാമിൻ്റെ ടയർ 1-ന് 100 ചോദ്യങ്ങളാണുള്ളത്. 200 മാർക്കാണ്. 60 മിനിറ്റ് ആണ് പരീക്ഷയ്ക്കുള്ളത്. അതിൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ടയർ 1 ജസ്റ്റ് ക്വാളിഫയർ ആണ്. അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാവുന്ന ഒരു കടമ്പ മാത്രമേ ഉള്ളൂ. ടയർ 1-ൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഒരിക്കലും പ്രതിഫലിക്കില്ല. ടയർ 1 ഈസ് ജസ്റ്റ് എ ക്വാളിഫയർ. ടയർ 2-ൻ്റെ മാർക്ക്, ടയർ 2-ൻ്റെ പേപ്പർ 1-ൻ്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടയർ 2 ആണ് നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. സോ ടയർ 2 ആണ് നിങ്ങളുടെ പെർഫോമൻസ്. ടയർ 2-ലുള്ള നിങ്ങളുടെ പെർഫോമൻസ് ആണ് നിങ്ങളെ ജോലി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള കാര്യം. ഇനി എന്താണ് ഇത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്? സബ്ജക്റ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു, 4 സബ്ജക്റ്റുകളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷ അല്ല. കാരണം ന്യൂമറിക്കൽ എബിലിറ്റി ആയാലും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും, റീസണിങ് എബിലിറ്റി ആയാലും, GK ആയാലും, നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ഇംഗ്ലീഷ് ആയാലും, ഈ 4 സബ്ജക്ട്സിലും നിങ്ങളുടെ ഇൻ്റലിജൻസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബ്രില്യൻസ് ടെസ്റ്റ് ചെയ്യുന്നൊരു പരീക്ഷയല്ല. പ്രോപ്പർലി ടൈം മാനേജ് ചെയ്ത് ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട പരീക്ഷയാണ്. അതൊരു സെപ്പറേറ്റ് സ്കില്ലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ സ്കിൽ ഉണ്ടാക്കലാണ് SSC CGL പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം ഒരിക്കലും നിങ്ങളുടെ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ അല്ല SSC CGL. മറിച്ച് നിങ്ങളുടെ ചില സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷയാണ്. എന്ത് സ്കില്ലുകളാണ്? ടൈം മാനേജ്മെന്റ് സ്കില്ല്. ടൈം മാനേജ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ മാക്സിമം ചോദ്യങ്ങൾ, 100 ചോദ്യമാണെങ്കിൽ 100-ൽ മാക്സിമം ചോദ്യം. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഏത് ചോദ്യം എഴുതിയാലും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനിയും നിങ്ങൾ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ റിസ്ക് എടുത്ത് ഓപ്ഷൻസ് സംശയമുള്ളത് കുത്തും. അങ്ങനെ കുത്തി നെഗറ്റീവ് വരികയാണെങ്കിൽ 1/2 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് വരും. നിങ്ങൾ എത്ര ടഫായിട്ടുള്ള ചോദ്യം അറ്റൻഡ് ചെയ്താലും, എത്ര ഈസി ആയിട്ടുള്ള ചോദ്യം അറ്റൻഡ് ചെയ്ത് ശരിയാക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 2 മാർക്ക് തന്നെയാണ്. സോ ടൈം 60 മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് 100 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് വിജയി. ഇതിൽ 60 മിനിറ്റിൽ 100-ൽ 100 ചോദ്യം ചെയ്യാൻ ഓൾ ഇന്ത്യ റാങ്ക് 1-ാം റാങ്ക് മേടിച്ച ആൾക്കാർക്ക് പോലും ഒരുപക്ഷെ പറ്റില്ല. ഓൾ ഇന്ത്യ റാങ്ക് 1 മേടിച്ച ആൾക്ക് പോലും 60 മിനിറ്റിൽ 100 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ശരിയാക്കുന്ന, മാക്സിമം സ്കോർ ചെയ്യുന്ന ആളാണ് വിജയ്. സോ ഇറ്റ് ഈസ് എ സ്കിൽ. ആ സ്കില്ല് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും പ്രോപ്പർ പ്ലാനിങ്, പ്രാക്ടീസ്, ഗൈഡൻസിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ.
ഇനി എങ്ങനെയാണ് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ അച്ചീവ്മെന്റിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർ പ്രാക്ടീസിലൂടെ നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യുന്നത്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ദിശ അക്കാഡമി നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ദിശ അക്കാഡമിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓഫ്ലൈൻ സെന്റേഴ്സിലോ ഓൺലൈൻ കോഴ്സസിലോ ഒക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഓപ്ഷനാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? എന്താണ് ആവറേജ് സ്റ്റുഡൻസിനെ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യുന്നത്? പലപ്പോഴും ആവറേജ് സ്റ്റുഡൻസ് പഠിച്ച് ഒരുപാട് സമയം എടുത്ത് ചില ആൾക്കാരെങ്കിലും അത് നിർത്തിയിട്ട് പോകുന്നുണ്ട്. എന്താണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്? അല്ലെങ്കിൽ അവർക്ക് എന്താണ് കിട്ടാൻ വൈകുന്നത്? ഒന്ന്, നോ ക്ലിയർ പ്ലാൻ ഇല്ലാതെയാണ് പഠിക്കുന്നത്. പരീക്ഷ മനസ്സിലാക്കാതെ, പരീക്ഷയുടെ സിലബസ് മനസ്സിലാക്കാതെ, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ത് വെക്കണമെന്ന് മനസ്സിലാക്കാതെ, ഒരു പ്ലാൻ ഇല്ലാതെ എന്തൊക്കെയോ പഠിക്കുന്നു. ഒരു ദിവസം മാത്സ് കുറേ കാര്യങ്ങൾ പഠിച്ചു, റീസണിങ് എന്തൊക്കെയോ പഠിച്ചു, GK കുറേ പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. പ്ലാൻ ഇല്ലാതെ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും കുറയ്ക്കും. സോ പ്ലാൻ ഇല്ലാത്തത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കാരണമാവാത്തതിൻ്റെ ഒരു റീസണാണ്. രണ്ട്, ഫിയർ ഓഫ് ക്വാണ്ട് ആൻഡ് ഇംഗ്ലീഷ്. കൂടുതൽ ആൾക്കാർക്കും, ഒരുപാട് ആവറേജ് സ്റ്റുഡൻസ് പറയാറുള്ള പ്രശ്നം, അവർക്ക് മാത്സ്, ക്വാണ്ട്, അതുപോലെ ഇംഗ്ലീഷ്, ഇത് രണ്ടും പാടാണ്. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും അത് രണ്ടും ശ്രദ്ധിക്കാതെ മറ്റുള്ള സബ്ജക്ട്സ് മാക്സിമം അവർക്ക് ഈസി ആയിട്ടുള്ള GK പാർട്ടും അതുപോലെ തന്നെ റീസണിങ് പാർട്ടും മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കും. ഇത് തെറ്റായ ഒരു അപ്രോച്ചാണ്. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്ത്, നിങ്ങൾ അതിൽ പ്രോപ്പർലി അതിൻ്റെ ബേസിക്സ് പഠിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാവും. നിങ്ങൾ ഫിയർ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണോ അതാദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക, ഫ്രം ബേസിക്സ് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫിയർ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് പലരും കാണിക്കാറുണ്ട്. എനിക്ക് മാത്സ് പാടാണ്, മാത്സ് ഞാൻ അത്രത്തോളം നോക്കുന്നില്ല, ബാക്കിയുള്ളതിൽ മാക്സിമം സ്കോർ ചെയ്യാം. ഒരിക്കലും CGL ആസ്പിറന്റിനെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമല്ല. രണ്ട്, ഇൻകൺസിസ്റ്റന്റ് റൊട്ടീൻ. ചില ആൾക്കാർ ഒരു ദിവസം ഒരു യൂട്യൂബിൽ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് അടുത്ത ദിവസം പോയി ഇരുന്ന് രാത്രി വരെ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂറൊക്കെ പഠിച്ചു. അങ്ങനെ 2 ദിവസം പഠിച്ചു, മൂന്നാമത്തെ ദിവസം അത് കുറഞ്ഞു, പിന്നെ അടുത്ത ദിവസം പഠിച്ചില്ല. ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് തോന്നുമ്പോൾ പഠിക്കും, തോന്നുമ്പോൾ പഠിക്കത്തില്ല എന്ന തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് മുമ്പേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഈ കൂട്ടത്തിൽ ഞാൻ കൂട്ടുന്നില്ല. അവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. ചിലർ 3 ദിവസം നന്നായിട്ട് പഠിച്ചു, 2 ദിവസം പിന്നെ കാണത്തില്ല, പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളതല്ല. അതുപോലെ ചിലരെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, അവർ കുറേ കണ്ടന്റുകൾ പഠിക്കും. അതായത് സബ്ജക്റ്റ് വെച്ചിട്ട് മാത്സോ GK ഒക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും. ഒരിക്കലും PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ മോക്ക് എക്സാംസോ പ്രാക്ടീസോ ചെയ്യില്ല. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഈ 4 മിസ്റ്റേക്സ് ആണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരെ SSC CGL എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തത്. ഇനി എന്താണ് കോമൺ മിത്ത് ദാറ്റ് കിൽസ് കോൺഫിഡൻസ്? ചിലരുടെ എങ്കിലും മനസ്സിലുള്ള കാര്യമാണ് ഈ ഒരു കാര്യം, അതായത് എനിക്ക് കിട്ടുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന, അവരുടെ കോൺഫിഡൻസ് കളയുന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഒന്ന്, ഓൺലി ടോപ്പേഴ്സ് ക്രാക്ക് SSC. ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ എക്സാം ക്ലിയർ ചെയ്യൂ എന്ന് കരുതണ്ട. തീർച്ചയായിട്ടും കരുതണ്ട. അങ്ങനല്ല. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാം. ഇതിനുള്ള 100 കണക്കിന് ഉദാഹരണങ്ങൾ ദിശ അക്കാഡമിയുടെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുണ്ട്. ആ കോൺഫിഡൻസിൽ തന്നെയാണ് പറയുന്നത്. മലയാളം മീഡിയത്തിൽ പഠിച്ച് ആവറേജ് ലെവലിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഇൻസ്പെക്ടർ പോസ്റ്റുകളിലിരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് തന്നെ അറിയാം. ആ കോൺഫിഡൻസിൽ തന്നെയാണ് പറയുന്നത്. ടോപ്പേഴ്സ് മാത്രമല്ല SSC ക്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കൊരു ഹയർ അക്കാഡമിക് റാങ്ക് ഇത്രയും നാൾ ഇല്ലായിരുന്നെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ്. യാതൊരു കൺഫ്യൂഷനും വേണ്ട, യാതൊരു ടെൻഷനും വേണ്ട, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഇനി ചിലർ ചിന്തിക്കും എല്ലാ ദിവസവും 10 മുതൽ 12 മണിക്കൂർ എങ്കിലും മിനിമം പഠിച്ചാലേ കിട്ടൂ. ഒരിക്കലും അല്ല. ഒരു 4 hours അല്ലെങ്കിൽ 5 hours 4-5 മണിക്കൂർ പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് മതി. ഇറ്റ്സ് ഇനഫ്. ആക്ച്വലി എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുള്ളത് എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ സ്മാർട്ടായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിട്ടുകളയുക. 10 മണിക്കൂർ പഠിച്ചാലേ കിട്ടൂ, 12 മണിക്കൂർ പഠിച്ചാലേ കിട്ടൂ എന്നൊക്കെ പലരും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതിലൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ എത്രമാത്രം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു അത്ര കുറച്ച് സമയം നിങ്ങൾ പഠിച്ചാൽ മതി. 4 hours സ്റ്റഡി ഈസ് ഓക്കെ. ആക്ച്വലി 4 to 6 hours, 4 മുതൽ 6 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓക്കെ. പിന്നെ ഒന്നും പഠിക്കാതെ എക്സാം എഴുതിയാൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ കിട്ടുമെന്ന് പറയുന്നില്ല. സോ ഇറ്റ്സ് നീഡഡ്. എല്ലാം നീഡഡാണ്. ഒരു ദിവസം 12 മണിക്കൂർ പഠിച്ചാലേ കിട്ടുമെന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ മിത്ത്. ഒരിക്കലും അങ്ങനെ അല്ല. നിങ്ങൾ എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഏരിയാസ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, ചിലരെങ്കിലും ചിന്തിക്കും മാത്സ് വീക്ക് ആണെങ്കിൽ സെലക്ഷൻ ഉണ്ടാവില്ല.
തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. മാത്സ് വീക്ക് ആണെങ്കിൽ സെലക്ഷൻ ഉണ്ടാവില്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചിലർക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്സ് ഭയങ്കരമായ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ, ഒരിക്കലും അല്ല. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള മാത്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ് വരെ, അതായത് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഇൻറ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 10th ലെവൽ വരെയുള്ള മാത്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നിങ്ങളുടെ ബേസിക് അരിത്തമാറ്റിക്, പിന്നെ അതുപോലെ അഡ്വാൻസ്ഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രോപ്പർലി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇതിനൊരു ഹയർ ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ അങ്ങനെ മാത്സ് വീക്ക് ആണെന്ന് തോന്നുന്ന ആൾക്കാർ എഫേർട്ട് പ്രോപ്പർലി ഇടാമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇൻ്റലിജൻസ് മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റ്ലി നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്സ് വീക്കാണ്, നിങ്ങൾക്ക് സംശയമുണ്ട് ഇങ്ങനെ കിട്ടുമോ, മാത്സ് ഇച്ചിരി വീക്കാണ്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വിസിറ്റ് ചെയ്ത് എന്നെ കാണാം, എന്നെ കണ്ട് സംസാരിക്കാം. അത്തരത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ എക്സാം ക്രാക്ക് ചെയ്ത് കറൻ്റ്ലി ജോലിയിലിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാനുള്ള അവസരം ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കി തരും. സോ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയുന്നു. മാത്സ് വീക്കാണ്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ടും സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ്, ഇംഗ്ലീഷ് മീഡിയം ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ഇങ്ങനെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്കാണ് ഈ ജോലി കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മീഡിയം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതുകൊണ്ട് മാത്രം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരെ സംബന്ധിച്ച് ഒരുവിധം നല്ല വൊക്കാബുലറി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാമാറ്റിക് റൂൾസ് ഒക്കെ വെച്ച് ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതൊരിക്കലും അച്ചീവ് ചെയ്ത് പഠിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ റെഗുലർലി പേപ്പർ വായിക്കുകയും, ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുകയും, ബുക്സ് വായിക്കുകയും, കോംപ്രിഹെൻഷൻ വായിക്കുകയും, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള ടാസ്ക് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇംഗ്ലീഷ് മീഡിയംകാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം അത് തീർച്ചയായിട്ടും അല്ല. ഇംഗ്ലീഷ് മീഡിയംകാരായതുകൊണ്ടല്ല അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്, അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണ്. അത് ചെറിയൊരു ടൈമിൽ നിങ്ങൾ പ്രോപ്പർലി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. സ്ട്രാറ്റജിക് ആയിട്ട് ഗ്രാമർ പഠിക്കുക, വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഡിംഗ് ഹാബിറ്റുകൾ ഉണ്ടാക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്കല്ല അഡ്വാൻറ്റേജ്, ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. സോ നിങ്ങൾ മലയാളം മീഡിയം പഠിച്ചതാണെന്ന് വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു കാരണവശാലും താഴേക്ക് പോകേണ്ട ആവശ്യം ഒരു കാരണവശാലും ഇല്ല. ഇനി 4 കാര്യങ്ങൾ ഞാൻ പറയുന്നു ആവറേജ് സ്റ്റുഡൻറ്റ് ഒരിക്കലും ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന സമയത്ത് ബിൽഡ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പേഷ്യൻസ്. തീർച്ചയായിട്ടും നിങ്ങളൊരു സക്സസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പേഷ്യൻസ് വളരെയധികം ആവശ്യമാണ്. കാരണം ഇതൊരു 6 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ നിങ്ങളുടെ എഫോർട്ടിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും SSC CGL എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഒരു 6 മാസം കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേഷ്യൻസ് വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. റിസൾട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വെറുതെ പഠിക്കേണ്ടി വരും, റിസൾട്ടുകളൊന്നും ഇല്ലാതെ ചില ദിവസങ്ങൾ നിങ്ങൾ കുറേ കണ്ടന്റ് പഠിക്കേണ്ടി വരും. പേഷ്യൻസ് ഉണ്ടാക്കുക, നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും സക്സസ് നിങ്ങളെ തേടി വന്നിരിക്കും. അതിൽ യാതൊരു കൺഫ്യൂഷനോ ടെൻഷനോ ഉണ്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഒന്നാമത്തെ ക്വാളിറ്റി നിങ്ങൾ റിക്വയർ ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി എന്ന് ഞാൻ പറയും. 2, പ്രാക്ടീസ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ചുമ്മാതെ കുറേ കണ്ടന്റുകൾ വായിക്കുന്നതല്ല, അതിൻ്റെ കൂടെ തന്നെ പാരലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ, സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അനാലിസിസ് നടത്തുക. അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ സെപ്പറേറ്റ്ലി നോട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രാക്ടീസ്. നിങ്ങളൊരു ഫണ്ടമെൻറ്റൽസ് പഠിക്കുന്നത് പോലെ തന്നെ ബേസിക്സ് പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസാണ്. ടൈം മാനേജ് ചെയ്യാനും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഉറപ്പായിട്ടും പ്രാക്ടീസ് എന്നൊരു പാർട്ട് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. ചുമ്മാതെ വായിച്ച് കണ്ടന്റ് പുതിയത് ആഡ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ടെസ്റ്റുകൾ എഴുതുക, സെക്ഷണൽ ടെസ്റ്റ് എഴുതുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയും. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3, ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. അതായത് പ്ലാൻ ഇല്ലാതെ സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ റൊട്ടീൻ പ്ലാൻ ഉണ്ടാക്കുക. അതായത് നിങ്ങൾ രാവിലെ ഇത്ര സമയം മുതൽ ഇത്ര വരെ ഇത് പഠിക്കും, മാത്സ് പഠിക്കും, റീസണിങ് പഠിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആക്ടിവിറ്റി, ഇങ്ങനെ ഒരു പ്രോപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകേണ്ടത്, മാത്സ് എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് സമയം ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം ഞാൻ ചില വീഡിയോസ് കാണാനായിട്ട്, ചില സമയം ചില ക്വിസുകൾക്ക് വേണ്ടിയിട്ട്, ചില സമയം മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഒരു ലോങ് ടേമിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പ്രോപ്പർലി ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. 4th വൺ,
ബേസിക്സ് കറക്റ്റ് ചെയ്യുക. ബേസിക്സ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നന്നായിട്ട് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ ബേസിക്സിൽ ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാത്തമാറ്റിക്സ്, റീസണിങ്, ഇംഗ്ലീഷോ പോലെയുള്ള സബ്ജക്റ്റുകളുടെ എല്ലാം ബേസിക്സ് ആദ്യം തന്നെ ആദ്യത്തെ സമയം തന്നെ നിങ്ങൾ ബേസിക്സ് സ്ട്രോങ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്രാക്ടീസോ കാര്യങ്ങളോ ഒക്കെ വെച്ച് മുമ്പോട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും അരിത്തമാറ്റിക്, ഇംഗ്ലീഷ് ഗ്രാമർ, അതുപോലെ റീസണിങ്, ഇതിൻ്റെ എല്ലാം ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുള്ളൂ. തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതിനുള്ള ഫേസസ് എങ്ങനെയാണ് നിങ്ങളത് മുമ്പോട്ട് അത് വർക്കൗട്ട് ചെയ്യുന്നതിന് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ്, ഇതിനെ ഞാൻ 3 ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബിൽഡ് യുവർ ബേസിക്സ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം റാൻഡമായിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് പഠിക്കാനല്ല, ആദ്യം സബ്ജക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാ സബ്ജക്ട്സും എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക്സ് ബിൽഡ് ചെയ്യുക. ആദ്യത്തെ 30 മുതൽ 60 ദിവസം ഒരു 2 മന്ത്സ്, ഫസ്റ്റ് 2 മന്ത്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസിക്സ് ബിൽഡ് ചെയ്യാനാണ്. ഇത് നിങ്ങൾ ഇവിടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, മോക്ക് സ്കോറുകളോ ഒന്നുമല്ല നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കേണ്ടത്. നിങ്ങളുടെ ബേസിക്സ് കറക്റ്റ് ആക്കുക. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സോളിഡ് ബേസ് ആണ് എല്ലാ ടോപ്പിക്കുകളുടെയും. പ്രത്യേകിച്ചും മാത്തമാറ്റിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ബേസിക്സ്. ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഗ്രാമർ പാർട്ടുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. മാത്സിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബേസിക്സ് കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ, സിലബസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം തന്നെ ആഡ് ചെയ്തോട്ടെ, ഒരുപാട് റിസോഴ്സസ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പല പ്ലാറ്റ്ഫോംസ് ഒരിക്കലും പോകരുത്. ഇറ്റ്സ് എ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല കാര്യങ്ങൾ പോകണ്ട. നിങ്ങൾ ഒരു കാര്യം ഫോളോ ചെയ്യുക, ഒന്നിനെ ഏറ്റവും നന്നായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളൊരു എഡ്യൂക്കേറ്ററെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. മൾട്ടിപ്പിൾ ആളുകളെ ഫോളോ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും പഠിച്ച് തീരാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ബേസിക്സ് പഠിച്ചു വരിക. കാരണം ഒരുപാട് ആൾക്ക് ഇപ്പോൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റീസണിങ് അല്ലെങ്കിൽ റേഷ്യോ പ്രൊപ്പോർഷൻ ഒരു ടോപ്പിക് എടുത്തു, അതിൻ്റെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പലതരത്തിൽ ഇതിനെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും, പലതരത്തിൽ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഒരു തരത്തിൽ ഒരാളെ ഫോളോ ചെയ്യുക, ഒരാളുടെ ക്ലാസ്സസ് കണ്ടുപിടിക്കുക, അങ്ങനെ ബേസിക്സ് ഉണ്ടാക്കുക. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഫണ്ടമെന്റൽസ് ആണെങ്കിലും റൂൾസ് ആണെങ്കിലും റീസണിങ് ബേസിക്സും, അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന ഒരു ശീലം, ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുന്ന ശീലം, ഇതെല്ലാം തുടങ്ങി വെക്കുന്ന ഫേസാണ് ഫേസ് 1 എന്ന് പറയുന്നത്. ബിൽഡ് യുവർ ബേസിക്സ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക്സ് പ്രോപ്പർ ആക്കുക. ഈ സമയത്തുള്ള മൈൻഡ് സെറ്റ് എന്തായിരിക്കണം നിങ്ങളുടെ? ഫേസ് 1 വളരെ എളുപ്പമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് പുതിയൊരു കാര്യത്തിലേക്ക് വരുന്നതാണ്. അപ്പം മാനസികമായി വളരെ സമ്മർദ്ദം നേടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ടുകൾ മുമ്പോട്ട് വരുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ഈ സമയത്ത് നമ്മൾ ഒരുപാട് മോക്ക് എക്സാം എഴുതുകയോ നമ്മുടെ സ്കോർ അനാലിസിസ് ചെയ്ത് മുമ്പോട്ട് പോവുകയോ ചെയ്യുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ടഫാണ്, സമയം ടഫാണ്, പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു പാർട്ട് ഏറ്റവും നന്നായിട്ട് ഒരു 2 മന്ത്സിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് വിത്ത് PYQs. നിങ്ങൾ ബേസിക്സ് ഉണ്ടാക്കിയതിന് ശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഫേസ് 2 കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാത്സ്, റീസണിങ്, GK എല്ലാം ടോപ്പിക് വൈസ് PYQs എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഒരുപാട് മോക്ക് എക്സാംസ് ഈ ഫേസിൽ എഴുതാമെന്ന് ഞാൻ പറയുന്നില്ല. അത് വല്ലപ്പോഴുമെങ്കിലും കുറച്ച് സമയത്തിലെങ്കിലും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ എങ്കിലും മോക്ക് എക്സാംസ് ഇത് പകരം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ബേസിക്സ് ഒരുവിധം സ്ട്രോങ് ആയാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഒരു 10 ദിവസം കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ മോക്ക് എക്സാംസ് എഴുതുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എവിടെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ്, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് കൂടി പ്ലാൻ ചെയ്യുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും സെക്ഷണൽ ടെസ്റ്റുകൾ എല്ലാത്തിൻ്റെ എഴുതുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ സെക്ഷൻ വൈസ് ഓരോ വീക്കർ ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് മാത്സ്, റീസണിങ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ എഴുതുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി കീപ്പ് ചെയ്യുക. ഇതൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ അടുത്തൊരു 30 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ അടുത്ത 2 മാസം, സെക്കൻഡ് 2 മാസത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി തേർഡ് ഫേസ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആൻഡ് ഡീപ്പർ അനാലിസിസ്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എത്തുന്നതിന് മുമ്പുള്ള പ്ലാൻ ചെയ്യേണ്ട നിങ്ങളുടെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഫേസ് ആണ്. ഇത് നിങ്ങളുടെ റിസൾട്ടിലേക്ക് വരെ നിങ്ങളുടെ ഫൈനൽ പെർഫോമൻസിലേക്ക് എത്തിക്കുന്നതാണ്. അതായത് ഫുൾ മോക്ക് എക്സാംസ് എടുക്കുക.
ബേസിക്സ് കഴിഞ്ഞു, PYQs മാക്സിമം കണ്ടു, അതിനുശേഷം ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ മോക്ക് എക്സാംസ് എഴുതുന്ന ഒരു സമയത്തേക്ക് തന്നെ എത്താം. ഈ ഒരു മോക്ക് എക്സാംസ് എഴുതുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ്ലി മോക്ക് എക്സാംസിലേക്ക് തന്നെ വരുന്നത് ഫേസ് 3-ലായിരിക്കും ഒരുപക്ഷെ. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മോക്ക് എഴുതുക, സെക്ഷൻ വൈസ് അനാലിസിസ് ചെയ്യുക, മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ടോട്ടൽ മാത്സിൻ്റെയും ഒക്കെ സെക്ഷൻ വൈസ് അനാലിസിസ് ആദ്യം നിങ്ങൾ നടത്തുക. അനാലിസിസ് നടത്തി നിങ്ങൾക്ക് കിട്ടാത്തത്, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ്, നിങ്ങൾ എവിടെയാണ് തെറ്റിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ആ ഐഡൻറ്റിഫൈ ചെയ്ത മിസ്റ്റേക്സ് റീവർക്ക് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് മോക്ക് എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രോസസ്സ്. ഇത്തരത്തിൽ തന്നെ പ്രോപ്പർലി ഒരു മോക്ക് എക്സാം 1 മണിക്കൂറാണെങ്കിൽ പോലും പിന്നീട് ഒരു 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അനാലിസിസിന് എടുത്തേക്കും. അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ മിസ്റ്റേക്സ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് നിങ്ങളുടെ ഫേസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു അപ്രോച്ച് ഇട്ടാൽ നിങ്ങൾക്ക് ഈസിലി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഹൗ ടു അപ്രോച്ച് ഈച്ച് സബ്ജക്ട്സ്, ഓരോ സബ്ജക്റ്റും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പലപ്പോഴും കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ മാത്സും റീസണിങ്ങിൻ്റെ ബേസിക്സിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുക. അതായത് ബേസിക്സ് ക്ലിയർ ആക്കുക. ഇനിഷ്യലി തുടങ്ങുന്ന സമയത്ത് തന്നെ മാത്സും റീസണിങ്ങും ബേസിക്സ് ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ട് ബേസിക്സ് നിങ്ങൾ കവർ ചെയ്യുക. ഇതിന് പാരലി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ന്യൂസസ് വായിക്കുക, അതുപോലെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. ഇത് നിങ്ങൾ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ മാത്സും റീസണിങ്ങും നിങ്ങൾക്ക് ബേസിക്സ് സെറ്റ് ആയാൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് പ്രാക്ടീസിലേക്ക് വരാം. ബേസിക്സ് അറിയാം, പിന്നീട് പ്രാക്ടീസിലേക്കാണ് പോകേണ്ടത്. ഇംഗ്ലീഷ് വൊക്കാബുലറി ഒരു കണ്ടിന്യൂസ്ലി ഇംപ്രൂവിങ് പ്രോസസ്സാണ്. എന്നും കണ്ടിന്യൂസ്ലി വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. പേപ്പറുകൾ, ബുക്കുകളൊക്കെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് വായിക്കുക. ഈ ഹാബിറ്റ് നിങ്ങളെ ഉറപ്പായിട്ടും കോംപ്രിഹെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. GK ഒരു അൺഎൻഡിങ് ആയിട്ട് കിടക്കുന്ന സബ്ജക്റ്റാണ്, ഒരുപാട് വാസ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ്. സോ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടുതൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വായിച്ച് തന്നെ GK ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് GK പഠിക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല, ടൈമിൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ട്, വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കൊണ്ട്. ഇതായിരിക്കും ബേസിക്കലി നിങ്ങൾ വേണ്ട അപ്രോച്ച്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ റിയലിസ്റ്റിക് ഡെയിലി സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ളവർക്ക് ഒരുപക്ഷെ നിങ്ങളൊരു 7 മണിക്കൂറെങ്കിലും 6 to 7 hours എങ്കിലും നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. സീരിയസ്ലി CGL കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, SSC CGL എക്സാമിന് വേണ്ടിയാണ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് വർക്ക് ചെയ്തെടുക്കണം, ഒരു 7 hours എങ്കിലും നിങ്ങൾ മാറ്റുക. അതിൽ തന്നെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ നോളജ്, GK ഓരോന്നിനും ടൈം അലോട്ട് ചെയ്യുക. അതുപോലെ റിവിഷനും PYQ പ്രാക്ടീസിനും ഒരു സമയം കൊടുക്കുക. ഇത് കൃത്യം ടൈം പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ മാറിയിരിക്കണം. ഇപ്പം മാത്സ് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കാമെന്ന് പറഞ്ഞെടുത്തു, 2 മണിക്കൂറായിട്ടും തീർന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക, കട്ട് ചെയ്യുക, അടുത്ത സബ്ജക്റ്റിലേക്ക് വരിക. 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് വന്നിരിക്കണം. അത് കഴിഞ്ഞ് ആ ടോപ്പിക്കും തീർന്നില്ല, വീണ്ടും അടുത്തയിലേക്ക് പോയിരിക്കണം. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളിലും ഒരു ദിവസം നിങ്ങൾ കടന്നു പോയിരിക്കണം. അങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കാണ്, തീർച്ചയായിട്ടും മിസ്റ്റേക്കാണ്. ഇനി ഇങ്ങനെ 7 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല, നിങ്ങളൊരു വർക്കിംഗ് എക്സ്പീരിയൻ്റ് ആണ്, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ടൈം ഒന്ന് വീണ്ടും റീഷഫിൾ ചെയ്യുക. ഇത് മാത്രം ചെയ്യുക. ഇവിടെ 2 മണിക്കൂർ എടുത്തതിന് പകരം ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 1 മണിക്കൂറേക്ക് നിങ്ങൾ ചുരുക്കി. ഇത്തരത്തിലൊരു റിയലിസ്റ്റിക് ഡെയിലി സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഡിലേ ആയിട്ടായിരിക്കും ഈ എക്സാം ക്ലിയർ ചെയ്യുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് യു പ്രിപ്പയർ ദ റോങ് വേ? നിങ്ങൾ കൃത്യമായിട്ടുള്ള വഴിയിലല്ല പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുമായിരിക്കും. ചിലപ്പം അതിനൊരുപാട് സമയമെടുത്തേക്കും. നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഇതിൻ്റെ വഴി മനസ്സിലാക്കുന്നത് വരെ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തായിരിക്കും മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപാട് പഠിക്കും, ഇമ്പ്രൂവ് ചെയ്യുന്നത് ലെസ് ആയിരിക്കും. അതായത് സ്മാർട്ടായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് കൃത്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രോപ്പർലി നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സ്മാർട്ടായിട്ടുള്ള വർക്കാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, എക്സാമിന് സ്കോർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്ക് കിട്ടുന്നില്ല, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് പഠിക്കാതിരിക്കുക. അതായത് ഒരു ആഴ്ച പഠിച്ചു, 2 ദിവസം ലീവ്, പിന്നെ പഠിക്കുന്നില്ല, 3-4 ദിവസം പഠിച്ചില്ല, പിന്നെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആദ്യം മുതൽ പഠിക്കേണ്ട അവസ്ഥ വരും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഇത് വിട്ട് കളയാനായിട്ട് ചിന്തിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ കോൺഫിഡൻസ് ഒരിക്കലും പോകാതിരിക്കുക. നല്ല കോൺഫിഡൻസ് തരുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോട്ടെ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെ ആവട്ടെ. ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു 2 മാസം കഴിഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യരുത്. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. നേരത്തെ ക്വിറ്റ് ചെയ്യും. 2 മാസം പഠിച്ചു, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആയില്ല, ടൈം എടുക്കും. ചിലർക്ക് ചിലപ്പോൾ 2 മാസം കൊണ്ട് നിങ്ങൾ ട്രാക്കിൽ വരും. ചിലർ 4, 5, 6 മാസം എടുക്കും ചില ആൾക്കാർ ട്രാക്കിൽ വരാൻ.
അതുകൊണ്ട് ഏർലി ക്വിറ്റിംഗ് ചെയ്യരുത്. നിങ്ങൾ ഇതിൻ്റെ വഴി മനസ്സിലാക്കാൻ എടുക്കുന്നൊരു ടൈം പീരീഡ്, അതിനുശേഷമുള്ള യാത്ര കുറേ കൂടി എളുപ്പമായിരിക്കും. സോ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഹോണസ്റ്റ് ട്രൂത്ത്, നിങ്ങളോട് പറയാനുള്ള ഹോണസ്റ്റ് ട്രൂത്ത് എന്താണ്? ആവറേജ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ വർഷങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ചുറ്റും എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് എൻ്റെ മുമ്പിലുള്ളതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റ്ലി പറയുന്നത്. ആവറേജ് ലെവലുള്ള സ്റ്റുഡൻസ് തന്നെയാണ് കൂടുതലും ക്ലിയർ ചെയ്യുന്നത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് വർക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ക്ലിയർ ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ ഒരു കോമ്പോസിഷൻ പലപ്പോഴും കാണാറില്ല. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പലരും മോസ്റ്റ് കേസസ് ഒരു 95% ആൾക്കാരെയും ഉഴപ്പന്മാരായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. അവരിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പലർക്കും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയട്ടെ, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. റിയാലിറ്റി അത് തന്നെയാണ് പറയുന്നത്. ആവറേജ് എഫേർട്ട് ഇസ് നോട്ട് ഇനഫ്. ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ എഫേർട്ട് ആവറേജ് ആയാൽ പോരാ. എഫേർട്ട് നല്ല രീതിയിൽ എടുക്കണം. യു നീഡ് ടു റൈസ് എബവ് ദ ആവറേജ് ഇൻ യുവർ മെത്തേഡ്. അതായത് നിങ്ങൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത് ആവറേജിന് മുകളിലേക്ക് വരണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എഫേർട്ട് ഒരിക്കലും ആവറേജ് ആയാൽ നിങ്ങൾക്ക് ഇത് ക്ലാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ക്ലിയർ ഡയറക്ഷൻ ചേഞ്ചസ് എവ്രിതിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആവറേജ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കാൻ മിടുക്കനായിക്കോട്ടെ, ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ളൊരു ദിശ വേണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറക്ഷൻ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിക്കുകയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്ത ഒരാളായിരിക്കട്ടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു തരികയാണ്, തീർച്ചയായിട്ടും അത് നല്ലൊരു ഗൈഡൻസ് ആണ്. അത് നിങ്ങളുടെ വഴി കറക്റ്റ് ആക്കും. സോ പ്രോപ്പർ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് തരാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ മറിച്ച് നിങ്ങൾ അറിയാത്ത ഒരാൾ തെറ്റായ ഗൈഡൻസ് ആണ് തന്നതെങ്കിലോ നിങ്ങളുടെ വർഷങ്ങൾ ഒരുപാട് പോകും. സോ നിങ്ങൾക്ക് വളരെ സീരിയസ്ലി, നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നല്ല ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലിയർലി ഈ SSC CGL എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദിശ അക്കാഡമി, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഓപ്പൺ ആയിട്ട് ദിശ അക്കാഡമി നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ എൻറോൾ ചെയ്ത് ബേസിക്സ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ടോടെ മുമ്പോട്ട് പോകാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും എക്സാംസ് വാങ്ങി SSC, അതുപോലെ റെയിൽവേ, അതുപോലെ ബാങ്കിങ് ജോലികൾ നേടുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ SSC CGL എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ എല്ലാ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും ജൂണിൽ CGL ഓറിയൻ്റ് ആയിട്ടൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ മാസമാണ് CGLന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ച്. മറിച്ച് എല്ലാ മാസങ്ങളിലും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എല്ലാ മാസങ്ങളിലും റെഗുലർ ബാച്ചസ് ഉണ്ട്. CGL ഓറിയൻറ്റഡ് ആയിട്ട് സ്പെഷ്യൽ ബാച്ച് ജൂണിൽ ഓഫ്ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട്, ഒരു എൻവയോൺമെൻറ്റ് ആയിട്ട്, നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മെൻറ്റേഴ്സിനോടൊപ്പം, ഒരു ഗ്രൂപ്പ് ടീച്ചേഴ്സിനോടൊപ്പം അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ താല്പര്യമുള്ളവർ ദിശ അക്കാഡമിയിലേക്ക് വരിക. അല്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അത്ര സമയം എനിക്ക് ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമി ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ദിശ ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്ത് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. എല്ലാ മാസവും നമ്മൾ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മാസവും അല്ലെങ്കിൽ അടുത്ത മാസവും എല്ലാ മാസവും ഫസ്റ്റ് വീക്കാണ് എല്ലാ ബ്രാഞ്ചസിലും ഫ്രീ ഓറിയൻറ്റേഷൻ, എങ്ങനെ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം എന്ന് പറയുന്ന ഒരു ഓറിയൻറ്റേഷൻ സെഷൻ നമ്മൾ തരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു റിയാലിറ്റി ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് തരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.